ഡൽഹിയിലേക്ക് പോയാൽ ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ബൽറാം, ഗുഡ് മോർണിംഗ്. ദേശീയ അന്തർദേശീയ തലത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് അമൃത. അന്തർദേശീയ തലത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ രണ്ട് രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിലുള്ള ഡൂറന്ത് അതിർത്തി രേഖ അതീവ സംഘർഷഭരിതം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിലേക്ക് വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗോസ്റ്റ് പക്തിക പ്രവിശ്യകളിൽ നടന്ന ഈ വ്യോമാക്രമണങ്ങളിൽ 19 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 23 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഈ കൊല്ലപ്പെട്ടവരും പരിക്കേറ്റവരും പൂർണ്ണമായും തന്നെ സാധാരണക്കാരാണ് എന്നും ജനവാസ മേഖലയിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം വീണ്ടും നടത്തിയിരിക്കുന്നത് എന്നുമാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതേസമയം ഇതിന് മറുപടിയായി ഖൈബർ പത്തുങ്കയിലെ സ്വാത് ജില്ലയിലേക്കും സമീപ മേഖലയിലെ പാക് ക്യാമ്പുകളിലേക്കും അഫ്ഗാനിസ്ഥാൻ ഡ്രോൺ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്ന് ഈ ഘട്ടത്തിൽ പറയാനാകില്ല എന്നാണ് അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർന്ന് ആക്രമണം നടത്തുമെന്നും ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നുമാണ് അഫ്ഗാൻ സൈന്യം അറിയിക്കുന്നത്. ശക്തമായ പോരാട്ടം ഈ മേഖലയിൽ ഡ്യൂറന്റ് രേഖയുടെ ഇരുവശത്തുമായി തുടരുന്നു എന്നുള്ളതാണ്. അതേസമയം സമാധാന ശ്രമങ്ങൾക്കായുള്ള നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളുമായി തുർക്കിയും ഒപ്പം തന്നെ സൗദി അറേബ്യയും സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. അതേസമയം ഈ AI ഉച്ചകോടിക്കിടെയുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നു. 2 പേരെ കൂടി ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഗിർദർ, കുബേർ മീന എന്നീ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടെ ഈ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 14 ആയിരിക്കുന്നു. അതേസമയം നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിനെ ഇന്ന് പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഡൽഹി പോലീസ് അറിയിക്കുന്നത്. അമൃത, ശരി. ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.